ഇപ്പോൾ യാത്രയുടെ 13ാമത്തെ ദിവസം ദത്താത്രേയ ആശ്രമത്തിൽ നിന്ന് യാത്ര തുടങ്ങി 7 മണിക്ക്. ഇനിയോടെ ഒരു 3-3.5 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ആഞ്ജനേയ ക്ഷേത്രം ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. എന്നിട്ട് നേരിട്ട് ഉടുപ്പി. ജോലിയുടെ ഇടയിൽ കുറച്ച് നാൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതി അറിഞ്ഞുകൊണ്ടൊരു യാത്ര, ഈശ്വരനിലേക്കൊരു യാത്ര അല്ലേ? അപ്പോൾ ഗോകർണത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഏകദേശം ചിങ്ങത്തിലെ തിരുവോണത്തിന് വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി തുറന്ന് തട്ടകത്തുനിന്ന് പൂജിച്ച് വാങ്ങിയതാണ്. ഓഹോ. അപ്പോൾ ഇതാണ് നമ്മുടെ രക്ഷയ്ക്ക് കൂടെ ഉള്ളത് അല്ലേ? നമ്മൾ ഭഗവതിയുടെ ഒരു സാന്നിധ്യം. അതെ. നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് റനീഷ് സ്വാമി. അപ്പോൾ ഇദ്ദേഹം ഒരു വലിയ ഉദ്യമമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽ നടന്നുകൊണ്ട് ദർശനം നടത്തുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപാസനയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയും മറ്റുള്ള കുടുംബബന്ധങ്ങളെല്ലാം വിട്ട് അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. അപ്പോൾ അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സ്വാമി. അപ്പോൾ എന്താണ് ഇങ്ങനെയൊരു ഇങ്ങനെ നടന്നൊരു ശിവാലയ ദർശനം നടത്തണം എന്നൊരു തോന്നലുണ്ടാവാനുള്ള സാഹചര്യം? അല്ല, നമുക്ക് അനുഭവങ്ങളാണെങ്കിലും എന്ത് നമുക്ക് കിട്ടണമെങ്കിലും പ്രകൃതിയായിട്ടൊരു സഞ്ചാരം ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ മറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന ഈ ഓരോരോ ഉപകരണങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടേണ്ട പല കാര്യങ്ങളും ബ്ലോക്കാവും. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് അതിൻ്റെ ഒരു നിജാവസ്ഥ അറിയാമെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് നമ്മൾ കണ്ണടച്ചിരിക്കാൻ പഠിച്ചാൽ ഒരു 10 ദിവസം കൊണ്ട് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാവും നമുക്ക്. ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ കുടജാദ്രി പോകുമ്പോഴാണെങ്കിലും അത്രയും കഷ്ടപ്പെട്ട് കയറി വരെ എല്ലാവരും തയ്യാറാണ്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോയുടെ പിന്നാലെ നടക്കും. ആ 10 മിനിറ്റ് കണ്ണടച്ചിരിക്കാനോ ഒന്ന് അവിടുത്തെ ഒരു കാറ്റും അവിടുത്തെ പ്രകൃതിയുടെ ഒരു ഇതൊന്നും അറിയാനൊന്നും ഒരാളും തയ്യാറല്ല. പക്ഷെ നമ്മൾ ഇത്രയും പാരമ്പര്യമുള്ള നമ്മൾ ചെയ്യണില്ല. പക്ഷേ ഒരു വട്ടം പോയപ്പോൾ ഒരു 10-11 പേരങ്ങളുണ്ട് വിദേശീയർ. ഇവർ വന്ന് അത്രയും സറൗണ്ട് ചെയ്യണ ഒരു ഓംകാരത്തിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ നോക്കണത്. അപ്പോൾ ഇവർ എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ച് താഴ്ത്തിക്ക് ഇങ്ങനെ ഓംകാരം എന്നാക്കുമ്പോൾ ശരിക്കൊരു എന്ത് എനർജിയിൽ അങ്ങോട്ട് അത് കയറി പോകണമെന്ന് അറിയും. അത്രയും ഒരു മുഴക്കം പോലെയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണെന്ന് അവർക്കറിയാം. അവർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരുന്നതാണ് എല്ലാ കാര്യങ്ങളായിട്ട്. നമുക്കിത് നമ്മുടെ പൂർവികർ നമുക്ക് തന്നു വെച്ചിട്ട് നമ്മളത് ഫോളോ ചെയ്യണില്ല. പക്ഷെ അവരത് കണ്ടെത്തി കഷ്ടപ്പെട്ട് അവിടെ എവിടെ നിന്നാണോ കിട്ടുക അത് ഇവിടെ നിന്ന് അങ്ങനെ തെരഞ്ഞു പിടിച്ച് ആ ഗുരുക്കന്മാർ എന്താണ് പറയണേ അത് അവർ വരുന്ന ആളുകൾ അത്രയും ഹൈ പൊസിഷനിലുള്ള ആളുകളായിരിക്കും വരുന്ന വിദേശത്ത് നിന്ന്. പക്ഷെ ഇവിടെ വന്നിട്ടൊരു ഗുരു പറയുന്നത് എന്താണോ അതനുസരിച്ച് ഫ്ലോറിലാണെങ്കിൽ ഫ്ലോറിൽ എങ്ങനെയാണോ അതിൻ്റെ സാധന സമ്പ്രദായം അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് അവർ പഠിച്ച് അത് ലൈഫിൽ പിന്നെ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ പോവാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പോകുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് നമ്മുടെ ഉള്ളിലുള്ള എനർജീനെ അറിയാണ്ട് മറ്റുള്ള ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗോകർണം മുതലാണ് തുടങ്ങിയത് അല്ലേ? ഇപ്പോൾ ശരിക്കും എത്ര ദിവസമായി? ഇപ്പോൾ 129ാമത്തെ ദിവസമായി അല്ലേ? അപ്പോൾ അതിൻ്റെ ആ ഒരു തുടക്കം ശരിക്കും ഇതിനു മുമ്പ് എന്തായിരുന്നു നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? ജോലി ഇതിൻ്റെ പൾമോ സെക്ഷനിൽ ആയിരുന്നു. ഒരു കമ്പനിയുടെ ബേസ് ആയിട്ടുള്ള രീതിയിൽ ഡോക്ടറിനെ ടെക്നിക്കലായിട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളായിരുന്നു. 8-9 വർഷത്തോളം അത് തന്നെയാണ് ഫീൽഡ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ചു പോകും. നമ്മൾ പ്രാർത്ഥനയും ദൈവവും വേണം, അതുപോലെ തന്നെ എല്ലാം നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിനിടയിൽ ജോലിയുടെ ഇടയിൽ കുറച്ച് നാൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതി അറിഞ്ഞുകൊണ്ടൊരു യാത്ര, ഈശ്വരനിലേക്കൊരു യാത്ര അല്ലേ? അപ്പോൾ ഗോകർണത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഗോകർണത്തിൽ നമ്മൾ ഏകദേശം ചിങ്ങത്തിലെ തിരുവോണത്തിന് വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. ആ വെള്ളിയാഴ്ച ആയിരുന്നു നമ്മൾ ഓർമ്മിക്കാം. വെള്ളിയാഴ്ചയാണ് തിരുവോണമായിരുന്നത്. ഞായറാഴ്ചയാണ് നമ്മൾ ഗോകർണത്തിൽ നിന്ന് മഹാബലേശ്വരം ക്ഷേത്രത്തിന് സ്റ്റാർട്ട് ചെയ്തത്. പഴയ കേരളം എന്ന് പറഞ്ഞാൽ ഭാർഗവദേശം എന്ന് പറഞ്ഞാൽ ആ ഗോകർണത്തിൽ നിന്ന് തൊട്ട് കന്യാകുമാരി ശുചീന്ദ്രം വരെയാണ് പണ്ട് കാലത്ത്. ഇപ്പോൾ നമ്മൾ ഈ 108ലെ 2 ക്ഷേത്രങ്ങൾ കർണാടകയിലും 1 ക്ഷേത്രം കന്യാകുമാരിയിലാണ്. പിന്നെ അവിടുന്ന് നേരിട്ട് ഇവിടുന്ന് മൂകാംബികയ്ക്ക് പോകുന്നു അല്ലേ? അതായത് ആളുകളുടെ ഒരു ധാരണയിൽ ശരിക്കും മൂകാംബിക ദേവീക്ഷേത്രം എന്നുള്ളൊരു രീതിയാണ് ആളുകൾ. ഇപ്പം നമ്മൾ 108 എന്ന് പറയുമ്പോഴും ഇല്ലാതെ 108ൽ പെടുന്നതാണ്. വളരെ ചുരുക്കം ആളുകൾക്ക് അറിയാവുള്ളൂ. അതെ. അപ്പം അങ്ങനെ ഇപ്പോൾ ചോറ്റാനിക്കര ഇതിൽ പറയുമ്പോൾ നമ്മുടെ 108ലുണ്ട്. ആൾക്കാർക്ക് അറിയില്ല സമ്പ്രദായം അനുസരിച്ച്. അപ്പോൾ കുറച്ച് ആ പാരമ്പര്യത്തിൻ്റെ പലതും നമ്മൾ അറിയാതിരിക്കുന്നുണ്ട്.
അതങ്ങനെ അങ്ങനെ മറന്നു പോകും ചിലപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ. ഇപ്പോൾ കുടജാദ്രിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കുടജാദ്രിയിലും പോകാറുണ്ടല്ലേ? നേരത്തെ തന്നെ ഉള്ള സമയത്ത് തന്നെ മാസത്തിലൊരിക്കലെങ്കിലും മൂകാംബിക പ്രശ്നമുണ്ട്. അവര് എന്തൊക്കെയായിട്ടായാലും ദേവി അത് സമ്മതിക്കുന്നുണ്ട്. കുടജാദ്രിയിലേക്ക് നടന്നു തന്നെയാണ് പോവാ. ഇപ്പൊ എങ്ങനെ പോകും? കാട്ടിലൂടെ നടന്നു പോകും? അമ്പാവനത്തിൽ കൂടെ പോകും? കാരക്കട്ട വഴി കയറി അങ്ങനെ അമ്പാവനം കയറി അങ്ങനെ. ഒറ്റയ്ക്ക് എത്ര കിലോമീറ്റർ ദൂരം വരും അതിലെ നടക്കുമ്പോൾ? ഏകദേശം ഒരു അങ്ങനെ നമ്മൾ പറഞ്ഞൊരു 4-4.5 മണിക്കൂർ വേണം കാരക്കട്ടയിൽ നടക്കും. കിലോമീറ്റർ പറയാൻ പറ്റില്ല അല്ലേ? ഏകദേശം ഒരു റേഞ്ച് ഉണ്ട്. ആവശ്യം അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോരും. കൊടും വനല്ലേ? വനാണ്. മൃഗങ്ങളും എല്ലാം ഉണ്ട്, ആന ഒഴിച്ചെല്ലാം ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. പേടിയൊന്നും തോന്നിയിട്ടില്ല? അതിപ്പോ നമ്മള് അമ്മേനെ ചിന്തിച്ച് പോവല്ലേ. കൂടെ ആരെങ്കിലും ഉണ്ടാവാറുണ്ടോ? ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും ഒറ്റയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ചിന്താഗതിയായിട്ട് പോകുന്ന ആളുകളാകുമ്പോൾ 1-2 ആളുകളാകുമ്പോൾ ഇപ്പോൾ 2-3 നമ്മുടെ ചിന്താഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 പേരും സംസാരിക്കലുണ്ടാവില്ല. നമ്മൾ നമ്മുടെ സാധനയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ ഇരിക്കാനാണെന്ന് വെച്ചാൽ 2 പേര് ഏതെങ്കിലും ഭാഗത്ത് പോയിരിക്കും. എന്നിട്ട് നമ്മളത് കഴിയുമ്പോൾ പൊസിഷനിലേക്ക് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സർവജ്ഞപീഠത്തിലാണ് ഒരാളെന്ന് ചിലപ്പോൾ ഒരാൾ ചിത്രമൂലയിലാവും ഉണ്ടാവുക. അങ്ങനെ നമുക്ക് ഇതായി നിൽക്കുന്ന ഒരു ദിവസം രാത്രി തങ്ങാറുണ്ട് മിക്കവാറും അല്ലേ? ഒരു രാത്രി രാത്രി തങ്ങലുണ്ടാവും. അതാണ് അത് എക്സ്പീരിയൻസ് ചെയ്യണേ നമ്മുടെ ലൈഫിൽ. ഭയങ്കരമായിട്ടുള്ള ചില പ്രകൃതി പണ്ട് കാലത്ത് അവിടെ ഇപ്പൊ ചിത്രമൂല കാണുന്നതായിട്ടുള്ള ഒരു വിഗ്രഹങ്ങളൊന്നും ഇല്ല, ശിവലിംഗം ഒന്നും ഉണ്ടായിരുന്നില്ല. ശങ്കരാചാര്യുള്ള കാലഘട്ടത്തിലും പ്രകൃതിനെ സാധനം തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഓരോ നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറേ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് സംഗതികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എത്തുമ്പോഴാണ് നമുക്ക് അവിടെ സേഫായിട്ടോ നമുക്കൊരു സന്തോഷം ഓട്ടോമാറ്റിക്കലി തോന്നുക. അത് എന്തായാലും അവിടെ നമുക്ക് അവിടെ ഇരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അനുഭവങ്ങളെന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടായോ? പലതവണ അവിടെ പോയിരുന്നില്ലെന്ന് പറഞ്ഞാൽ ഇതിപ്പോ സ്വാമിക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അറിയാൻ പറ്റിയിരിക്കും. പഞ്ചസാരയുടെ ഒരു അല്പെങ്കിലും മധുരം എന്താണെന്ന് അറിഞ്ഞ ഒരാൾക്കാണ് നമുക്ക് പഞ്ചസാരനെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ മേന്മ മനസ്സിലാവുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ച് ചിലപ്പോൾ അത് ഈ ആത്മീയതയുടെ ഭാഗത്ത് സാധനയുടെ ഭാഗത്തൊക്കെ പോകുമ്പോൾ അത്തരം ആളുകൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉള്ളത് വേറൊരു രീതിയിൽ പോകുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും. ഒരു വണ്ടറായിട്ടായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. നമ്മുടെ നിത്യാനന്ദ സ്വാമിയുടെ ചില കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ആളുകൾ പറയുന്നതാണോ പറയാമെന്ന്. പക്ഷെ ആ റിയാലിറ്റിയാണ്. ഒരു 100 വർഷത്തിനുള്ളിലുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിത്യാനന്ദ സ്വാമിയുടെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിദ്ധ സമ്പ്രദായം വെച്ചിട്ടാണെങ്കിലും എഫക്റ്റ് ചെയ്യുന്ന റിസൾട്ട് വരുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെ ആ ഒരു സുഖം അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇതുകൊണ്ടായാലും ഒറ്റയടിക്കുക അങ്ങനെയല്ല. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒറ്റയടിപ്പിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് യുക്തിക്ക്. പക്ഷെ അതല്ല, നമുക്കൊരു ഇതിൽ കിട്ടുന്ന ഒരു ആനന്ദം വേറെ അവിടെ നിന്ന് ചിലപ്പോൾ കിട്ടാത്തൊരവസ്ഥയുണ്ട്. മനസ്സിലായി. പിന്നെ അവിടുന്ന് പിന്നെ മൂകാംബികയിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് പോന്നു അല്ലേ? പിന്നെ ആ 2 ക്ഷേത്രങ്ങൾ കർണാടകയിൽ കഴിഞ്ഞു. പിന്നെ അത് നമ്മൾ ആ റൂട്ട് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈവേ റൂട്ടാണല്ലോ, നമ്മൾ മുരുടേശ്വരം അങ്ങനെ കയറിയിട്ട് വന്നിട്ട് ബൈന്ദൂരിൽ നിന്നാണ് മൂകാംബികയ്ക്ക് വരുന്നത്. പിന്നെ ഞാൻ ബൈന്ദൂർക്ക് പോകാന്ന് വെച്ചാൽ എക്സ്ട്രാ നമ്മൾ ആ വന്ന വഴി കൂടെ തന്നെ പോകണം, തിരിച്ചു പോകണം. അപ്പൊ പിന്നെ നമ്മൾ അടുത്ത ഓപ്ഷൻ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂകാംബികയിൽ നിന്ന് കുന്താപുര റൂട്ടുണ്ട് കുറച്ച് പോകാനായിട്ടുള്ള. അപ്പൊ അതിൽ മാരണക്കട്ട എന്നൊരു ക്ഷേത്രം ഉണ്ട് അവിടെ. അത് മൂകാംബിയായിട്ടൊരു ബന്ധമുള്ള ക്ഷേത്രമാണ്. അപ്പൊ ആ ക്ഷേത്രത്തിൽ അന്ന് വൈകുന്നേരം സ്റ്റേ ചെയ്തു. അപ്പൊ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാം എന്നുള്ളൊരു ക്ഷേത്രങ്ങളാണ്. അപ്പൊ അന്ന് അവിടെ സ്റ്റേ ചെയ്തു. അപ്പൊ ആ ഏരിയ എന്ന് വെച്ചാൽ അതും അവർ കുറച്ചും പുഴയും സൈലന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെ ആ നാട്ടിലെ ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു നമ്മൾ പാലക്കാടൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞു കേട്ടില്ലേ, അങ്ങനത്തെ ഒരു രീതി അവർക്ക് ഇപ്പോഴും. അപ്പോൾ ആ ഭാഗത്തൂടെ അങ്ങനെ കയറിയിട്ട് നമ്മുടെ ഈ ഇവിടേക്ക് കുന്താപുര ദത്താത്രേയ ആശ്രമത്തിൽ ഒരു 1-2 ദിവസം അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. യാഗം പോലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഹോമ എന്തുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അവർ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് അവിടെ നിന്ന് നേരെ ഇങ്ങ് പോന്നു. അങ്ങനെ ഉടുപ്പി അങ്ങനെ കയറി. പിന്നെ മാണിയൂർ മഹാദേവ ക്ഷേത്രം കാസർഗോഡ്. അങ്ങനെ പിന്നെ 2 ദിവസം 3 ദിവസം നിന്നത് രാജരാജേശ്വരി ക്ഷേത്രം. അത് വേറൊരു സമ്പ്രദായമല്ല. അപ്പോൾ 2-3 ദിവസത്തേക്ക് നിൽക്കണം. വൈകുന്നേരത്തെ ദീപാരാധന കാണണം, പിറ്റേ ദിവസത്തെ കണി കാണണം. ഇതൊക്കെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ രീതിയിൽ പറ്റില്ല. അപ്പോൾ 2 ദിവസം അവർ ദേവസ്വം തന്നെ പറഞ്ഞു 2 ദിവസം എന്തായാലും നിന്നോളൂ, ഇങ്ങനത്തെ യാത്ര ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് അവർ വിശദമായിട്ട് അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ ഭാഗത്തുള്ള എല്ലാ ഏരിയകളും പോകാനും പറ്റും. നമുക്ക് തൃപ്തി. അതിൻ്റെ അടുത്ത് തന്നെ ഒരു വൈദ്യനാഥ ക്ഷേത്രം, പിന്നെ അതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഒക്കെ ഒരുമിച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കറങ്ങാവുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റി. കാരണം ഈ നടത്തായതുകൊണ്ട് ആ പോയിന്റിൽ എത്തണമല്ലോ. അത് ക്രോസ് ചെയ്യുന്നത് മുപ്പാട്. പക്ഷെ അത് ഭഗവാന്റെ സഹായം കൊണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടാണെങ്കിലും അതൊക്കെ റെഡി ആക്കി. അപ്പോൾ ഈ പോയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വളരെ സപ്പോർട്ടായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് സ്വാഭാവികം, അത് കണക്കപ്പെടുത്തണ്ട. എങ്കിലും ഏതാണ്ട് 80% നമുക്ക് അനുകൂലമായിട്ടുള്ള അല്ലേ, ആൾക്കാർക്കൊക്കെ സന്തോഷമായി.
ഇത് ആളുകൾക്ക് അത് പറയുമ്പോൾ തന്നെ അത് വലിയ കാര്യമായിട്ട് അവർക്ക് നിസ്സാരമായ കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഈ ഒരു നൂറ്റാണ്ടിൽ തന്നെ വളരെ കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ. യാത്ര കുറവാണ്. അപ്പോൾ വണ്ടിയിൽ പോകുന്ന വണ്ടിയെ പോകണമല്ലോ, നടന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അത്. അതിലൊരു സുഹൃത്തെന്ന് ചോദിച്ചാൽ 108 അപ്പോൾ ഇത് ഓർഡറിലാണെന്ന് ചോദിച്ചത്. അപ്പം ഓർഡറിൽ എന്ന് പറഞ്ഞാൽ ഇത് 11-15 അങ്ങനെയാണ് മൂകാംബിയൊക്കെ എടുക്കണേ. ഒന്നാമത്തേണ് വടക്കുന്നാഥൻ. അങ്ങനെ ഇങ്ങനെയും പോയി ഒരു 10 പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയ വരെ അതൊന്ന് ലിങ്ക് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ഇതാണെങ്കിൽ തന്നെ ചിലത് അപ്പ് ആൻഡ് ഡൗൺ അടിക്കേണ്ടി വരിക. കാരണം ചില സെന്ററിൽ എത്തുമ്പോൾ അവിടുത്തെ ഓട്ടോക്കാരൻ തന്നെ 2 വട്ടം 3 വട്ടം കാണുന്നുണ്ടേ. ഇതിപ്പോ അതിൽ കൂടി അങ്ങടെ തന്നെ ഈ 2 സ്ഥലത്തിൽ പോകണമെങ്കിലും ഈ സെന്റർ കണക്ട് ചെയ്ത് പോകണം. അത് വേണം. അപ്പൊ ഇവര് നോക്കുമ്പോ ഇതിപ്പോ 2-3 ദിവസമായാലും ഇവിടെ എന്താ പരിപാടി, ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണം എന്താ. അപ്പോൾ എത്ര ക്ഷേത്രങ്ങളായി ഇപ്പോൾ? ഇത് 80 അല്ലേ? ഓ, ഇതിപ്പോൾ ഈ ഒരു ഭാഗം ആകുമ്പോഴത്തേക്ക് 80 ക്ഷേത്രങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരുനക്കര കയറിയില്ലേ? ഏറ്റുമാനൂർ കടുത്തുരുത്തി കഴിഞ്ഞില്ലേ? ഏറ്റുമാനൂർ കടുത്തുരുത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ കോട്ടയത്തുള്ള തിരുനക്കര, അങ്ങനെ നമ്മുടെ തളി. തിരുനക്കര, അതായത് കോട്ടയത്തൊരു തളിയുണ്ട്. അതായത് ഈ സ്ഥലപ്പേര് മറന്നുപോയി. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. പിന്നെ ഇനി അവിടുന്ന് ഇനിയിപ്പോൾ ആ വഴിയാണോ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇതെന്താ വെച്ചാൽ എനിക്ക് ഇനി ആലപ്പുഴയ്ക്കും കണക്ട് ചെയ്യണമല്ലോ, അതും ഇതാണ്. അപ്പം കുറച്ച് എക്സ്ട്രാ ഉണ്ട്. പിന്നെ ഇതെന്താ അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ പല ക്ഷേത്രങ്ങളും നമ്മൾ പോകേണ്ടതായിട്ടുണ്ടാവും. ഇപ്പോൾ പാലക്കാട് 5 മൂർത്തി ക്ഷേത്രം ഉണ്ട്, 3 ഉണ്ട്, 5 മംഗലം എന്നൊക്കെ. ഇത് റൗണ്ട് ചെയ്ത് അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നിട്ട് ചെറിയ ഒരു ആശയത്തിട്ടൊക്കെ വന്നിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടാണ് നമ്മുടെ ബോർഡറിലുള്ള ഒരു അപ്പുപുള്ളിക്കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. സമാധിയാണ് അതൊരു നമ്മുടെ അവിടുത്തെ ഉള്ളൊരു സോമനാഥ്ജി എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം പറഞ്ഞാണ് എന്തായാലും ഇത്രയും യാത്ര പോകുമ്പോൾ അവിടെ പോകണം, പോകുമ്പോൾ നമ്മളെ നിയോഗമാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടാണ്. 25 കിലോമീറ്റർ 28 കിലോമീറ്റർ എക്സ്ട്രാ ഞാൻ പോകണം. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പോൾ 50 കിലോമീറ്റർ ആയി, 56 കിലോമീറ്റർ ആയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ഒരു കുംഭാഭിഷേകം എന്തോ പരിപാടി 2 ദിവസം കഴിഞ്ഞിട്ട് 8 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ടണ്ണ് പോരാഞ്ഞിട്ട് 3.5 ടണ്ണ് ഭസ്മം കൊണ്ടാണ് ജീവസമാധി ചെയ്തത്. ഇനിയിപ്പോൾ ആലപ്പുഴ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ കവർ ചെയ്ത് വീണ്ടും കോട്ടയത്തേക്ക് വരണം അല്ലേ? നിസ്സാരമല്ല കേട്ടോ. വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് പോകണം. ഇപ്പോൾ ഇതിൻ്റെ റൂട്ട് മാപ്പൊക്കെ ഏകദേശം ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ കംപ്ലീറ്റ് തയ്യാറാക്കിയിരുന്നു അല്ലേ? അത് വെച്ചാൽ ഇത് എന്താ വെച്ചാൽ ഇറങ്ങിയതിന് പകുതി ഏകദേശം അത് സെറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം അത് ഇറങ്ങാതെ പറ്റില്ല എന്ന അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടെ നീട്ടാന്ന് വെച്ചു, കുറച്ച് ജോബിൻ്റെ കുറച്ചും കൂടെ ആക്കിയിട്ട് സെറ്റാക്കാന്ന് വെച്ചു. പക്ഷേ അത് പറ്റാത്ത, ഇറങ്ങി പറ്റുമെന്നുള്ളൊരു ധാരണയിൽ അപ്പം നമുക്കറിയാലോ ഇത് ഇറങ്ങിയാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ പിന്നെ റൂട്ട് പകുതി സെറ്റ് ചെയ്തു. പിന്നെ റൂട്ട് നടക്കണതിലൂടെ പിന്നെ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു നിയോഗം പോലെ എനിക്ക് തോന്നാൻ കാരണം നമ്മൾ ഒരു റെക്കോർഡ് ചെയ്യാനോ അതിനോടൊക്കെ തോന്നിയപ്പോൾ ചില വീഡിയോസ് നമ്മൾ എടുത്താൽ പോലും അപ്ലോഡ് ചെയ്യാൻ പോലും തോന്നുന്നില്ല. മനസ്സിലായി. അപ്ലോഡ് ചെയ്യാൻ അത്ര സമയം നമ്മളത് നാട്ടുകാരെ കാണിക്കാനല്ലല്ലോ നമ്മൾ നടത്തുക. നമ്മളത് അപ്ലോഡ് ചെയ്യാൻ നിസ്സാരം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ. ഇത് നമ്മുടെ ഒരു 10 അല്ലെങ്കിൽ ഒരു 10-20 GB സാധനം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റണ്ട, തോന്നണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ചിലത്. പിന്നെ വെച്ചാൽ നമ്മളൊരു പഴയ കാലത്ത് അത്രയും മഹത്തുക്കൾ നടന്ന വഴിയിലൂടെ നമ്മൾ ഈ കൃമി പോലെ നടന്നു പോകണേ. അപ്പം നമ്മളത് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ വിളിച്ച് ഹായ് അത് പറഞ്ഞ് അത് വേറൊരു വിരോധാഭാസം ഇല്ല. അതെ, അതിന് വേറെ 2 രീതിയിൽ നമുക്ക് ചിന്തിക്കാം കേട്ടോ. കാരണം ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ 4-1 പോലും ഞാൻ പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് പോയ സ്ഥിതിക്ക് ഒരുപാട് വലിയ ചരിത്ര വിവരണങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ പോകുന്ന ആ സ്ഥലങ്ങളെപ്പറ്റി കാരണം ഇന്നത്തെ സാങ്കേതികവിദ്യ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഫോണും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആ ഒരു ക്ഷേത്രങ്ങൾ ഇന്ന സ്ഥലത്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞിടുന്നതിൽ തെറ്റില്ല. അതിൽ ഒരു 10-20 സെക്കൻഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ വഴിയിലുള്ളതുണ്ടല്ലോ, വഴി ഇങ്ങനെ പോകുന്നു, അതൊന്നും എടുക്കാൻ നമുക്ക് ഉള്ളിൽ നിന്ന് പറ്റുന്നില്ല. വേണ്ട, അത് ഓരോ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴേ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇത് ഇന്ന ക്ഷേത്രമാണ് ഇതിൽപ്പെട്ട് അതൊന്ന് പറയാം. ആളുകൾക്ക് അതൊരു കൗതുകമാണല്ലോ. ഇപ്പം നമ്മൾ ഓരോ ദിവസവും ഞാൻ ഇന്ന സ്ഥലത്തെത്തി, ഇന്ന ഈ ക്ഷേത്രത്തിലാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അതൊരു വലിയൊരു ആകാംക്ഷ ഉണ്ടാവും. ഇത് ഏതൊക്കെ ക്ഷേത്രങ്ങളാണ്, നമ്മുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ. അതൊക്കെ ആൾക്കാർക്ക് കുറച്ചുകൂടി ആ ഒരു ഈശ്വരനിലേക്ക് കുറച്ചുകൂടി അടുപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം കാണേണ്ട കാര്യമില്ല. അത് തീർച്ചയായിട്ടും ചെയ്യണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചില സമയത്ത് നമുക്കത് മെഡിറ്റേഷനൊക്കെ ചെയ്യേണ്ട സ്ഥലം വരുമ്പോഴേ അങ്ങനെ തോന്നുന്നു. നമുക്ക് അങ്ങനെ തോന്നൽ വരില്ല അല്ലേ? നമ്മുടെ ഉദ്ദേശം അതല്ലാത്തതുകൊണ്ട് മനസ്സിലായി. നമ്മൾ വീഡിയോ എടുക്കാനല്ല പോകുന്നത്, നമ്മൾ ഇതിനുള്ളതാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യം കിട്ടും. ഞാൻ പറയുമായിരുന്നു അങ്ങനെ ജസ്റ്റ് പോകുമ്പോൾ
എന്നിട്ട് ഫോട്ടോസെങ്കിലും എടുത്ത് അതിനെപ്പറ്റി ഒരു ചെറു വിവരണം വൈകുന്നേരം നമ്മൾ വിശ്രമിക്കുന്ന സമയങ്ങളിൽ ഇന്ന് പോയ ക്ഷേത്രം ഇതാണ്, ഒന്ന് പറഞ്ഞ് ഇന്ന സ്ഥലങ്ങൾ ഇന്ന സ്ഥലത്താണ്. അപ്പോൾ ആൾക്കാർക്ക് അത് അങ്ങോട്ടേക്കൊന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇന്ന സ്ഥലങ്ങൾ മുതൽ ഇന്ന പോലെ പോയി കഴിഞ്ഞാൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനൊരു ധാരണ ഉണ്ടാവും. മതി 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 എന്താണെങ്കിലും പോയ ഒരു എക്സ്പീരിയൻസ് ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യം ഇപ്പോൾ 2 വർഷത്തിനിടയിൽ ഭഗവാൻ സഹായിച്ചൊരു കൈലാസയാത്ര തരപ്പെടാൻ സാധ്യതയുണ്ട്. സംസാരിച്ചിട്ടുണ്ട് കുറച്ച്. ഡൽഹിയിൽ നിന്ന് പരമ്പരാഗത പാത വഴി പോകാനല്ലേ റിക്വസ്റ്റ് ചെയ്തോ? അല്ലെങ്കിൽ അതൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടോ, പിന്നെ നമുക്ക് വേറെ രീതിയിലും പറ്റുമെങ്കിൽ ചെയ്യാം. അത് നമ്മുടെയൊക്കെ ഒരു വലിയ ആഗ്രഹത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് പോകണം എന്നുള്ളത്. നമ്മുടെ അടുത്ത നമ്മുടെ തൃശ്ശൂരുള്ള എം കെ രാമചന്ദ്രൻ സാറ് പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ 100ാം പതിപ്പ് പുസ്തകത്തിൻ്റെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. സാഹിത്യ അക്കാദമിയിലായിരുന്നു പരിപാടി. അപ്പോൾ അതിന് അന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഒരു പണ്ടത്തെ ഒരു സ്വപ്ന ലോകമുള്ള സ്ഥലമല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോവുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് അതായത് KMVൻ്റെ അതിൽ തന്നെ വേണം നമ്മൾ പോകാൻ. അല്ലാതെ നമ്മൾ ഇപ്പറേ വഴി പോയിട്ട് കാര്യമില്ല, നടന്ന് തന്നെ പോകണം. ഈ 108 കഴിയുമ്പോഴത്തേക്ക് അതിനുള്ള വഴി തന്നെ തെളിഞ്ഞോളും. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, നടക്കും തീർച്ചയായിട്ടും. നടക്കുന്നതിലെ തിരുമേനി ചോദിച്ച പോലെ ഇപ്പോൾ തീർത്ഥം തരുമ്പോഴേ അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ച പോലെ ഇനിയിപ്പോൾ കൈലാസയാത്ര എന്നാന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളിത് മനസ്സിലുള്ളതാണ് അദ്ദേഹം പറയണം. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ ഒരു കുളിര് കൂടിയല്ലോ, ആഗ്രഹമല്ലേ പറയണം. അപ്പോൾ അതത്രയും ഇതാണ്. അപ്പോൾ അതൊക്കെ നടക്കട്ടെ ഒരു ഭഗവാൻ. എന്തായാലും വളരെ സന്തോഷം, കാണാൻ സാധിച്ചില്ല ഇരിക്കും. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. തട്ടകത്തുനിന്ന് പൂജിച്ച് വാങ്ങിയതാണ്. ഓഹോ. അപ്പോൾ ഇതാണ് നമ്മുടെ രക്ഷയ്ക്ക് കൂടെ ഉള്ളത് അല്ലേ, ഭഗവതിയുടെ ഒരു സാന്നിധ്യം. അപ്പോൾ ശിവനും ശക്തിയാണല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത്ര സമ്പ്രദായത്തിന് ഇതാരായിക്കുന്നവരാകുമ്പോൾ ഇതൊരു കൂടി ഉണ്ടാവും, നമുക്കൊരു ബലമാണ് എപ്പോഴും. ഒരു വാസ്തുകീട പോലത്തെ ഒരു വടിയും അത് ചൂരിലാണ്. അത് നമ്മളത് കാണുമ്പോൾ ശരിക്ക് നടക്കുന്ന ആളുകൾക്കാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാവുള്ളൂ. വണ്ടിയിൽ പോകുന്നവരെ സംബന്ധിച്ചൊരു വടി, കാട്ടിയുള്ളത് എന്തൊരു വള്ളി അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാവും. നമ്മൾ നടക്കുമ്പോൾ അല്ലേ. അപ്പോൾ പണ്ട് ശബരിമലയ്ക്ക് പോകണേട്ടും കൂടുതൽ ഇപ്പം ആളുകൾ പോകണം എന്താ വെച്ചാൽ ഭക്തി മാത്രമല്ല സൗകര്യം കൂടി ഉണ്ടാവും. അതെ 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 തീർച്ചയായിട്ടും. കഷ്ടപ്പാടുണ്ട് ഇത്ര ആളുണ്ടാവില്ല. അവിടെ എന്തും സുലഭമായിട്ട് കിട്ടും. ആഹാരമാണെങ്കിലും താമസമാണെങ്കിലും എല്ലാത്തിനും സൗകര്യങ്ങൾ വന്നതുകൊണ്ടാണ്, ബാക്കിയുള്ള സൗകര്യങ്ങൾക്കും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും എത്തുന്നത്. പ്രശ്നമാണെങ്കിലും ഡ്രൈവർ എത്തിച്ചോളും എന്നുള്ളൊരു മനോഭാവം. പണ്ടെന്താ വെച്ചാൽ നമ്മുടെ ശുദ്ധി അനുസരിച്ചിട്ട് എത്തുള്ളൂ എന്നൊരു വിശ്വാസം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. തന്നെ ആഹാരം പാകം ചെയ്ത് കഴിക്കണം. ഇപ്പോൾ അതൊന്നും വേണ്ട. പിന്നെ ഈ സംവിധാനങ്ങളൊക്കെ കൂടിയപ്പം ഈ കാഴ്ചകൾ കാണാനായിട്ടാണ് ഒരു പരിധി വരെ ഒരു 40% ആളുകളും വരുന്നത്. എല്ലാവരെയും പെടുത്താൻ പറ്റില്ല. എല്ലാവരല്ല, പക്ഷേ കുറച്ച് ആളുകൾ അതാണ് തീർച്ചയായിട്ടും. അതെ 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 അതെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം എന്തായാലും നടക്കട്ടെ. അപ്പം ഇനിയുള്ള ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അപ്പോൾ അറിയിക്കണം. സന്തോഷം. എന്തായാലും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ആൾക്കാരോട് എന്താ ഇതിനെപ്പറ്റി ഒന്ന് ഇനിയിപ്പോൾ ഒരാൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു താല്പര്യം ഒരു തോന്നിക്കത്തക്ക രീതിയിൽ എന്താണെന്ന് പറയാൻ സാധിക്കുക? യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെന്താ പറയുക, അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനൊരു വ്യക്തിഗത പോകണം. എല്ലാവരും നിയോഗമുള്ളവരെന്തായാലും ഇറങ്ങും. പിന്നെ ഇത് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അനുഭവിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. അത് ഇപ്പം എനിക്ക് ഉണ്ടാവുന്ന അനുഭവം വലിയ സ്വാമിക്ക് ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തർക്ക് വ്യത്യസ്ത രീതിയിലേക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ അനുഭവിച്ച് അതിൻ്റെ രുചി നുകർന്ന് അതിൻ്റെ രുചി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും. രുചി കിട്ടാത്തോടത്തോളം കാലം മറ്റൊരാൾ പറയണത് മനസ്സിലാവില്ല.